ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പതിവുകളിൽപ്പെട്ട ഒന്നായിരുന്നു. അങ്ങനെ മക്കയിലെ സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നൊരു വേളയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അബൂജഹൽ കണ്ടുമുട്ടുന്നു. അബൂജഹൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷണം നൽകാൻ അള്ളാഹുവിന് കഴിയുമെന്ന് നിങ്ങൾക്ക് വാദമില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഇവർക്ക് ഭക്ഷണം നൽകാൻ അള്ളാഹുവിന് കഴിയും. അബൂജഹൽ ചോദിച്ചു, എന്നിട്ട് എന്തുകൊണ്ട് അള്ളാഹു ഇവർക്ക് ഭക്ഷണം നൽകുന്നില്ല? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു, അള്ളാഹു ചില ആളുകളെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും, ചില ആളുകളെ സമ്പത്ത് കൊണ്ടും പരീക്ഷിക്കും. ഈ സമയത്ത് അബൂജഹൽ പറയുന്നൊരു കാര്യമുണ്ട്, ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, എന്നാൽ അള്ളാഹു ഇവർക്ക് ഭക്ഷണം നൽകുന്നില്ല. പിന്നെ നിങ്ങൾ ഇവർക്ക് ഭക്ഷണം നൽകാൻ ശ്രമിക്കുന്നു, നിങ്ങളൊരു പിഴച്ച വഴിയിലാണുള്ളത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞ്, ദരിദ്രർ ക്ഷമയോടെ അതിനെ നേരിടുക എന്നതും സമ്പന്നർ അവർക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് ദരിദ്രർക്ക് നൽകുക എന്നതുമാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ അതിജയിക്കാനുള്ള മാർഗം. ഈ ചരിത്രം മഹാനരായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ സൂറത്ത് യാസീനിൻ്റെ 47-ാമത്തെ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഉദ്ധരിക്കുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ മുളർ ഗോത്രത്തിൽ നിന്ന് വന്ന പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്യാൻ സ്വഹാബത്തിനെ പ്രേരിപ്പിക്കുന്ന ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഥ നാം പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് സാധുക്കളെ സഹായിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വലിയ പുണ്യമുള്ളതും മുസ്ലിങ്ങളിൽ നിന്ന് കഴിവുള്ളവരുടെ മേൽ കൽപ്പിക്കപ്പെട്ടതുമായ കാര്യമാണെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ചെയ്യാൻ പ്രത്യേകം കൽപ്പിക്കപ്പെട്ട സമൂഹങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നാം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട മറ്റൊരു വിഭാഗമാണ് നമുക്ക് ചുറ്റുമുള്ള ദരിദ്രർ. ദരിദ്രരിലേക്ക് കാരുണ്യത്തിൻ്റെ വാതായനങ്ങളെ തുറന്നു കൊടുക്കാൻ, അവരിലേക്ക് അവരുടെ ആവശ്യങ്ങളെ എത്തിക്കാൻ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, സമ്പത്ത് തുടങ്ങിയ മേഖലകളെ അവർക്ക് പ്രദാനം ചെയ്യാൻ മറ്റു മുസ്ലിം സഹോദരങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ഖുർആനിൻ്റെ ധാരാളം ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു ദാരിയാത്തിലെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഫി അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം. അവരുടെ സമ്പത്തിൽ അവരോട് ചോദിച്ചു വരുന്നവർക്ക് അവകാശമുണ്ട്. നമ്മുടെ മുമ്പിലേക്ക് ആവശ്യങ്ങളുമായി എത്തുന്നവർക്ക്, നമ്മൾ സമ്പന്നരാണെങ്കിൽ നമ്മുടെ സമ്പത്തിൽ അവകാശമുള്ളവരാണ് അവരെന്ന് പറയുന്നതോടുകൂടെ അവർക്ക് കൊടുക്കാൻ നമ്മൾ നിർബന്ധിത ബാധ്യസ്ഥരാണ് എന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. സൂറത്തുൽ ഇസ്രാഇന്റെ 26-ാമത്തെ ആയത്ത്, വആതിദൽ ഖുർബ ഹഖ്ഖഹു വൽ മിസ്കീന വബ്നസ് സബീല വലാ തുബദ്ദിറു തബ്ദീറ. നിങ്ങൾ വഴിയാത്രക്കാർക്കും അഗതികൾക്കും നിങ്ങളുടെ അടുത്ത കുടുംബങ്ങൾക്കും അവരുടെ അവകാശങ്ങളെ വകവെച്ചു കൊടുക്കണം. അവരിൽ നിന്ന് സമ്പത്തിനെയോ അവരുടെ അവകാശങ്ങളെയോ നിങ്ങൾ തടഞ്ഞു വെക്കരുതെന്ന് അള്ളാഹു കൽപ്പിക്കുന്നു. ഇവിടെയെല്ലാം സാധുക്കളിലേക്ക്, അഗതികളിലേക്ക്, അശരണരിലേക്ക് സഹായങ്ങളെ എത്തിക്കാൻ, കാരുണ്യത്തോടെ വർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളായ നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. ഇത് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ചുറ്റിലുമുള്ള സാധു മനുഷ്യരിലേക്ക് ആർദ്രതയെ സന്നിവേശിപ്പിക്കാൻ വൈമനസ്യമുണ്ടാവുകയില്ല. ദരിദ്രരെ സംരക്ഷിക്കുന്നതിനും അവരെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് എടുത്തുകൊണ്ടുവരുന്നതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല മതനിയമങ്ങളായി തന്നെ ചിട്ടപ്പെടുത്തലുകളെ നടത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ മേഖലയെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പറയാം. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.